ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവം ലോകമെമ്പാടും തിരയടിച്ചുകൊണ്ട് അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രദേശത്തും ഓരോ ഫാൻസുകാരുടെ റാലി, ഘോഷയാത്ര, അതുപോലെ തന്നെ ഫുട്ബോൾ മാമാങ്കങ്ങൾ ഒക്കെ ഉത്സവത്തിൻ്റെ ലഹരിയിലാണ് ഓരോ നാടും. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയ്ക്കടുത്ത്, കുമ്പനാടിനടുത്ത്, ചെങ്ങന്നൂരിനടുത്ത്, കല്ലിശ്ശേരിക്കടുത്ത്, കുറ്റൂരിനടുത്തൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. തിരുവല്ല നിയോജക മണ്ഡലവും ആറന്മുള നിയോജക മണ്ഡലവും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം. കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന സംഗമം. കുറ്റൂർ ഗ്രാമപഞ്ചായത്ത്, ഇരവൂർ ഗ്രാമപഞ്ചായത്ത് ഒരുമിച്ച് ചേരുന്ന സ്ഥലം. ഓതറ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം, ഓതറ ആൽത്തറ ജംഗ്ഷൻ. അപ്പോൾ ആ ആൽത്തറ കവലയിൽ നമ്മുടെ മലയാള മനോരമയും ജയൻ ലൈറ്റിംഗ്സ് എന്ന കമ്പനി സ്ഥാപനവും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന, അതുപോലെ തന്നെ ഈ ഓതറയ്ക്ക് ചുറ്റുവട്ടമുള്ള പ്രദേശത്തെ ക്ലബ്ബുകൾ എല്ലാവരും കൂടി ചേർന്ന് മനോഹരമായി ഒരുക്കുന്ന ഫുട്ബോൾ റാലിയാണ്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഫുട്ബോൾ റാലി ഇവിടെ അരങ്ങേറുകയാണ്, നടക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ. ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അതുപോലെ അർജൻറ്റീന, അങ്ങനെ നിരവധി ഇഷ്ട താരങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ഒക്കെ ഫാൻസ് അവരുടെ പതാകകൾ, അവരുടെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ഇവിടെ അണിനിരക്കുകയാണ്. ജയൻ ലൈറ്റിംഗ്സ് ആൻഡ് മലയാള മനോരമയും ചേർന്ന് ഒരുക്കുന്ന ഈ ഒരു റാലി വൻ ജനാവലി, വൻ ഫാൻസിൻ്റെ ഒരു നീണ്ട നിര തന്നെ കാണാം. ബ്രസീൽ ഫാൻസുകാരുണ്ട്, അതുപോലെ തന്നെ അർജൻറ്റീന ഫാൻസുണ്ട്, ഫ്രാൻസുകാരുണ്ട്, ഇറ്റലി ഇപ്രാവശ്യം കളിക്കുന്നില്ല. അതുപോലെ തന്നെ റൊണാൾഡോ, മെസ്സി, നെയ്മർ, അങ്ങനെ സ്പെയിൻ്റെ ടീമുകളുണ്ട്, ജർമ്മനിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് അണിനിരക്കുന്ന വളരെ മനോഹരമായ ഒരു ഘോഷയാത്രയാണ് ഇവിടെ നടക്കുന്നത്. ഓതറയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഓതറ ഇന്ത്യൻ ഫുട്ബോളിൽ പേരുകേട്ടതാണ് ഓതറ. ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും കളിച്ചു വളർന്ന, ഇന്ത്യയുടെ കാൽപന്ത് കളിയുടെ നായകസ്ഥാനം വരെ എത്തിയ, ഇന്ത്യൻ ഗോൾവല കാത്ത മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫുട്ബോളിൻ്റെ നായകൻ, കേരള പോലീസ് ടീമിൻ്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്ന ശ്രീമാൻ കെ ടി ചാക്കോയുടെ നാടാണ്, ജന്മസ്ഥലമാണ് ഈ ഓതറ എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഓതറ ഒരു ഫുട്ബോൾ ഒരു മാമാങ്കത്തിൻ്റെ നാട് തന്നെയാണ്. കാൽപന്ത് കളിയെ ഏറെ ഇഷ്ടപ്പെടുന്ന, കാൽപന്ത് കളിയെ ഏറെ സ്നേഹിക്കുന്ന, കാൽപന്ത് കളിയോട് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ ഈ ഒരു ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ഒരു റാലി സംഘടിപ്പിച്ചത് വളരെ സ്വാഗതാർഹമാണ്, വളരെ ആവേശം നൽകുന്നതാണ്. ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ ആവേശം നൽകുന്ന ഈ ഒരു ഉദ്യമം, ഈ ഒരു സംഗമം, ഇത് നമ്മുടെ ആൽത്തറ കവല, കൊച്ചു ഗ്രാമം, കുറ്റൂർ പഞ്ചായത്തിലും ഇരവേലൂർ ഗ്രാമപഞ്ചായത്തും ഒരുമിച്ച് ചേരുന്ന അതിൻ്റെ ഒരു നടുക്കാണ് ഈ ആൽത്തറ എന്ന് പറയുന്ന കവല. ഇവിടെ നിരവധി സ്ഥാപനങ്ങളുണ്ട്, നിരവധി ബാങ്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പേരുകേട്ട ശാന്തസുന്ദരമായ ഈ ഒരു ഓതറയുടെ പൈതൃകം വിളിച്ചിരുന്ന ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ ഈ ആൽത്തറ കവല അവിടെ റാലി ആരംഭിക്കുകയാണ്. നിരവധി ഫാൻസ് അവരുടെ വാഹനങ്ങളുടെ പതാകകളേന്തിക്കൊണ്ട്, അവരുടെ ഇഷ്ട ടീമുകളുടെ കൊടികളേന്തിക്കൊണ്ട്, അവരുടെ ഇഷ്ട ടീമുകളുടെ പ്രിയ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് 2 വീലറിലും 4 വീലറിലും ഒക്കെ ആയിട്ട് അവരുടെ റാലി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഓതറയിൽ നിന്നും ആരംഭിച്ച് തിരുവല്ല വഴി ഇങ്ങനെ കറങ്ങി ഓതറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെ കറങ്ങി റാലി അവസാനിക്കുകയാണ്. ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ഈ നമ്മുടെ ലോകകപ്പിൻ്റെ 2026 ലോകകപ്പിന് മത്സരം തുടങ്ങുവാൻ സമയം ബാക്കി നിൽക്കുക. ഇത്തരത്തിലുള്ള ഒരു റാലി വളരെ ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു റാലി സംഘടിപ്പിച്ച മലയാള മനോരമയ്ക്കും ജയൻ ലൈറ്റിംഗ്സിനും എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ഫുട്ബോൾ പ്രേമികളും ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ അതിൻ്റെ ലോക നെറുകയിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു ഫുട്ബോൾ റാലി, ഫുട്ബോളിൻ്റെ കാൽപന്ത് കളിയുടെ ആരവങ്ങൾ വിളിച്ചോദിക്കൊണ്ട് ഇതാ ഈ ഫുട്ബോൾ റാലി ഇവിടെ നടക്കുകയാണ്.